ഹലോ മൈ ഡിയർ ഫാമിലീസ്, ഞാൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. എവിടെയും പോകുന്നില്ല. ഇന്ന് കുറച്ച് ലേറ്റായി എണീറ്റപ്പോൾ. അപ്പോൾ വേഗം കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് പതിവ് പോലെ ഇത് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ചായയും കടിയൊക്കെ ഉണ്ടേ, വല്ലതും അകത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ തന്നെ പാചകം ചെയ്യണമല്ലോ. അപ്പോൾ ഇത് രാവിലെ നല്ല ദോശയും ചട്നിയും നല്ല ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു കുട്ടിയാളും കൂടി ഉണ്ട്, നമ്മുടെ തമ്പുട്ടി കേട്ടോ. അപ്പം ഞാനും തമ്പുട്ടിയും കൂടി ചായ കുടിക്കിട്ട് നല്ല വിശപ്പുണ്ട്. ലേറ്റായി എഴുന്നേറ്റാലും വിശപ്പിനൊരു കുറവുമില്ല കേട്ടോ. അപ്പം നമ്മൾ രണ്ടാളും കാര്യം പറഞ്ഞ് ചായയൊക്കെ കുടിക്കിയത് കഴിഞ്ഞിട്ട് തമ്പുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവൾക്കിങ്ങനെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് വറക്കാൻ വെക്കാമെന്ന്. അപ്പോൾ കുറച്ച് നത്തലായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മക്കളത് കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബീൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീൻസും ക്യാരറ്റും പച്ചമുളക്, ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഒരു ഉപ്പേരിയും കൂടി ആക്കിയിട്ടോ. പിന്നെ മോള് ഇങ്ങനെ വീട്ടിലുള്ളതും എല്ലാവരും കൂടി കളിക്കുന്ന കാരണം ഷീറ്റൊക്കെ ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിടാന്ന്. പില്ലോ കവറെല്ലാം മാറ്റി പില്ലോ കവറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മോള് വെട്ടി കൂട്ടിയിരുന്ന ഓരോ സാധനങ്ങൾ പേപ്പറും കൊണ്ടാണ് ഫുൾ ടൈം കളി. അപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിളക്ക് എത്തിക്കുന്നിടത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചന്ദനത്തിരീൻ്റെ ഇത് വീണിട്ട് അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. ഉച്ചയായപ്പോൾ തമ്പുട്ടി പറഞ്ഞു തമ്പുട്ടിക്ക് ഇലയിൽ ചോറിനാണെന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വേഗം തന്നെ മഴയായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ വേഗം ചെന്ന് ഇലയൊക്കെ മുറിച്ചെടുത്ത് ഞാൻ വേഗം അവൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അകത്തേക്ക് വന്നപ്പോൾ അവളവിടെ ടി വിയും കണ്ടിരിക്കുക കേട്ടോ. ഞാനിത് മുറിക്കാൻ പോയതൊന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവൾക്ക് ചോറൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണൊക്കെയാണ് കാണുന്നത്. ഇഷ്ടമായോ?